നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വലിയ തുക കൊടുത്ത് കൊണ്ടുവന്ന ബ്രസീലിയൻ താരം ഫ്ലോപ്പാണ് എന്നാണ് റയൽ മാഡ്രിഡിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് എങ്ങനെയും താരത്തെ ഈ സീസണിൽ ഒഴിവാക്കാനാണ് അവർ പ്ലാൻ ഇടുന്നത്. ഇക്കാര്യം ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഡിയാരിയോ എസ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റാരെക്കുറിച്ചുമല്ല, റെയ്നിയർ ജീസസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. റെയ്നിയർ ജീസസ് റയൽ മാഡ്രിഡ് വളരെ വലിയ പ്രതീക്ഷയോടുകൂടി എത്തിച്ച താരമായിരുന്നു. ചെറിയ പ്രായത്തിലെ അവർ ടീമിലേക്ക് എത്തിച്ചു. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം വണ്ടർ കിഡ് എന്നുള്ള ചെറിയ പ്രായത്തിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള രൂപത്തിലേക്ക് പിന്നീട് വളർന്നില്ല. ബ്രസീലിയൻ ഫുട്ബോളിൽ റോഡ്രിഗോയും വിരിയും ഒക്കെ വിങ്ങുകളിലൂടെ കളിക്കുന്നവനാണെങ്കിലും ബ്രസീലിന് ഇതാ ഒരു ജമ്മിനെ കിട്ടിയിരിക്കുന്നു. മധ്യത്തിലൂടെ കളിക്കാൻ, അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് മൈതാനം മധ്യത്തിലൂടെ കളിക്കാൻ കെൽപ്പുള്ള ഒരു താരത്തെ ഇതാ ലഭിച്ചിരിക്കുന്നു എന്ന രൂപത്തിലായിരുന്നു റെയ്നിയർ ജീസസിന്റെ വരവിന്റെ സമയത്ത് അവർ കൊട്ടിഘോഷിച്ചിരുന്നത്. ബ്രസീൽ മാധ്യമങ്ങളൊക്കെ അങ്ങനെയാണ് താരത്തെ പൊലിപ്പിച്ചിരുന്നത്. ഫ്ലെമിംഗോയിൽ അദ്ദേഹം ആ രൂപത്തിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നതും. ബ്രസീലിന് അണ്ടർ 15, അണ്ടർ 17, അണ്ടർ 23 ടീമുകൾക്കൊക്കെ നിറഞ്ഞാടുകയും ചെയ്തു. അങ്ങനെ പയ്യൻ കളിക്കുന്നത് കണ്ടിട്ടാണ് 2020 റയൽ മാഡ്രിഡ് അവനെ സ്വന്തമാക്കുന്നത്. അവൻ്റെ 18 വയസ്സിൻ്റെ സമയത്ത് തന്നെ റയൽ സ്വന്തമാക്കി, വളർത്തിയെടുക്കാമെന്ന പ്രതീക്ഷയിൽ. പക്ഷേ പിന്നീട് കളി അത്ര മികവിലേക്ക് പോകുന്നില്ല. അവനെ ലോണിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിലേക്ക് വിട്ടു. 2 വർഷക്കാലം അവിടെ കളിച്ചു. പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. പിന്നെ ജിറോണയിലേക്ക് വിട്ടു, ഫോഴ്സിനോണിലേക്ക് വിട്ടു, ഗ്രനഡയിലേക്ക് വിട്ടു. അങ്ങനെ പലയിടത്തേക്കും ലോണിൽ വിട്ടു. പക്ഷേ ഒരിക്കൽ പോലും ആ മികവിലേക്ക് അദ്ദേഹം എത്തിയില്ല. 30 മില്യൺ യൂറോയാണ് ആ സമയത്ത് അവനെ കൊണ്ടുവരാൻ വേണ്ടി ഫ്ലെമിംഗോക്ക് കൊടുത്തതെന്നാണ് റിപ്പോർട്ട്. ആ തുക മുഴുവനും ഒരു നഷ്ടമാണ് എന്നാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് വിലയിരുത്തുന്നത്. ഇപ്പോൾ ഡിയാരിയോ എസ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്: റയൽ മാഡ്രിഡ് ആർ വർക്കിംഗ് ടു ഫൈൻഡ് എ പെർമനന്റ് എക്സിറ്റ് ഫോർ റെയ്നിയർ ജീസസിനെ പെർമനന്റ് ആയിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. സാബി അലോൺസോ താരത്തെ കൗണ്ട് ചെയ്യുന്നേയില്ല. അപ്പം ഒരു ഓഫറും വരുന്നില്ലെങ്കിൽ, ഇങ്ങനെ ഫ്ലോപ്പായ താരത്തിന് ഓഫർ വരാൻ സാധ്യത കുറവാണ്. ഒരു ഓഫറും വരുന്നില്ലെങ്കിൽ ദർ ഈസ് ഓൾസോ ദി പോസിബിലിറ്റി ദാറ്റ് ദി ക്ലബ് വിൽ ടെർമിനേറ്റ് ഹിസ് കോൺട്രാക്ട്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് വിടാനും ക്ലബ്ബ് അത്തരത്തിലൊരു നടപടി എടുക്കാനും സാധ്യത. അതായത് എന്ത് വില കൊടുത്തും താരത്തെ ഒഴിവാക്കുന്നതിലേക്ക് റയൽ മാഡ്രിഡ് കടക്കുന്നു എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.